മലയാളത്തിലെ സിനിമാ താരങ്ങൾ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുമ്പോൾ, സിനിമ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ നോക്കൂ, തമിഴ്നാട്ടിലേക്ക് നമ്മുടെ വിജയ് പാർട്ടി ഉണ്ടാക്കി എന്ന് മാത്രമല്ല കൂടി വരെ ഇപ്പോൾ പുറത്തിറക്കി. പക്ഷേ 2026 നിയമസഭാ ഇലക്ഷനാണ് ഇവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. വിജയ് വിയർക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പ്രത്യേകത, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ സിനിമാ താരങ്ങൾക്കും ഒരു പ്രാധാന്യം പലപ്പോഴും നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാണാം. ഈ തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതെ അതെ, നമുക്ക് ഇതിനു മുൻപുള്ള കുറേ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് പണ്ട് മുതലേ, അതായത് സ്വാതന്ത്ര്യം കിട്ടി തമിഴ്നാടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രചരണങ്ങൾ പലപ്പോഴും സിനിമകളിലൂടെ അവതരിപ്പിക്കാൻ അന്ന് തമിഴ്നാട്ടിൽ ശ്രമിച്ചിരുന്നിട്ടുണ്ട്. ഏറ്റവും 1952 പരാശക്തി എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. കരുണാനിധിയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരുന്നത്. കരുണാനിധി തിരക്കഥ എഴുതി അതിൽ ശിവാജി ഗണേശനും SS രാജേന്ദ്രനുമാണ് പ്രധാനമായിട്ടും അഭിനയിച്ചിരുന്നത്. ആ സിനിമയിൽ പലപ്പോഴും ഉയർന്നു വന്ന് ദ്രാവിഡിയൻ പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അതിനെങ്ങനെ പരിഹരിക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഈ സിനിമയിലൂടെ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ അവിടുത്തെ ഒരു രാഷ്ട്രീയവും സിനിമയും നോക്കിയാൽ പലപ്പോഴും സിനിമയിലൂടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് DMKയുടെയൊക്കെ തുടക്കം വരുന്നത്. അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഈ സിനിമ തമിഴ്നാട് ജനങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്വാധീനം അവരുടെ രാഷ്ട്രീയത്തിലേക്കും വരും. അങ്ങനെ നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ഇഴുകി ചേർന്ന് കിടക്കുന്നതാണ് ഈ സിനിമയും രാഷ്ട്രീയവും തമിഴ്നാട്ടിൽ. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ MGR തമിഴ്നാട് പിടിച്ചടക്കി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് ജയലളിത വന്നു, കരുണാനിധി വന്നു, പിന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാലിൻ വന്ന് നിൽക്കുന്നു. ഇടയ്ക്കൊന്ന് നമ്മുടെ പന്നീർസെൽവമൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. പിന്നെ വിജയകാന്ത് വന്നു, കമലഹാസൻ വന്നു. സിനിമ രാഷ്ട്രീയം രണ്ടും ഇണചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഇവര് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ ദ്രാവിഡ പൊളിറ്റിക്സാണ്. ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വല്ലാതെ രീതിയിൽ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ടാണ് ഈ വിജയങ്ങൾ തീരുമാനിക്കുന്നത്. തമിഴിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയവും. പക്ഷേ ഇപ്പോൾ ഈ കൃത്യമായൊരു ദിശയിലല്ല ഈ ഒരു പൊളിറ്റിക്സ് നടക്കുന്നത് എന്നുള്ളതും. ഇപ്പോൾ സ്റ്റാലിനാണ് ഭരിക്കുന്നത്, വീണ്ടും സ്റ്റാലിനിലേക്കാണ് സാധ്യതയുള്ളൂ. കാരണം ഒരു എതിരാളിയില്ല. സ്റ്റാലിൻ ഒരു നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കാം. മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ജയലളിത ആയിരുന്നെങ്കിൽ അമ്മ എന്ന് പറഞ്ഞൊരു സ്നേഹം ഉണ്ടായിരുന്നു തമിഴിന്, അമ്മയോടുള്ള സ്നേഹം. ഈ പറയുന്ന പോലെ അമ്മ ഷോപ്പുകളും ഇങ്ങനെ ഒരുപാട്. ജയലളിത ആയിരുന്നപ്പോൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് ഒരു നല്ല പദ്ധതികളൊക്കെ ജയലളിത ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അമ്മ വളരെ സ്വീകാര്യമായിരുന്നു. പക്ഷെ ജയലളിതയ്ക്ക് ശേഷം AIADMKയുടെ കാര്യം വളരെ കഷ്ടത്തിലായി, അത് തീരെ ഇല്ലാതായി. അപ്പോഴാണ് സ്റ്റാലിൻ ഉയർത്തു വരുന്നതും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വലിയ ശക്തമായൊരു ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധി ഉണ്ട്. കാരണം ഈ ഒരു പ്രതിസന്ധി നോക്കി കണ്ടിട്ടാണ് BJP ആദ്യം തന്നെ പണി തുടങ്ങിയത് അവിടെ അണ്ണാമലയെ വെച്ചത്. അതിൽ BJP സീറ്റൊന്നും കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയില്ലെങ്കിലും അവരവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടി, ഏതാണ്ട് 11% വോട്ടിങ്ങിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ അവർ തുടങ്ങി. അപ്പോഴാണ് വിജയ്ക്കൊരാഗ്രഹം അടുത്ത 26 ഇലക്ഷൻ ആകുമ്പോഴേക്കും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താങ്കൾക്ക് സാധിക്കും എന്നുള്ളത്. AIADMK പരിപൂർണ പരാജയത്തിലേക്ക് പോയി. കാരണം അവർക്ക് ജയലളിത നഷ്ടപ്പെട്ടതോടുകൂടി ആ പാർട്ടി നശിച്ചുപോയി. 2 ഘട്ടമായി, 2 ഗ്രൂപ്പായി, ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിജയ് വരുന്നത്. വിജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം കമലഹാസൻ തോറ്റുപോയതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ. കെട്ടിവച്ച കാശ് പോലും കിട്ടിയില്ല. വൈഗാ നദിയിലൂടെ ഒലിച്ചുപോയി കമലഹാസന്റെ അന്നത്തെ ആ ഒരു ഫാൻ ബേസും ആ ഒരു ആവേശവും ഒക്കെ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കമലഹാസൻ വലിയ സംഭവം ആവുമെന്ന് കരുതിയിരുന്ന ആളായിരുന്നു. ചിലപ്പോൾ പിണറായി വിജയനെ പൂഴ്ത്തിക്കൊണ്ടാണ് കമലഹാസൻ തോറ്റുപോയെന്ന് വരെ ട്രോളുകൾ ഇറങ്ങി. അതെ, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അവിടുത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു സ്പേസ് ഉണ്ട്. കാരണം DMK മാത്രം നിൽക്കുന്നു, അതേസമയം AIADMK ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. BJP ആണെങ്കിലും ചെറിയ ഒരു ന്യൂനപക്ഷം ആയി നിൽക്കുകയാണ്. കാരണം വലിയൊരു 11% വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രമേ BJPക്കുള്ളൂ. അപ്പോൾ ശക്തമായ ഒരു സാന്നിധ്യം അവിടെ, പ്രതിപക്ഷ സാന്നിധ്യമോ അതല്ലെങ്കിൽ ഒരു നേതൃനിരയോ അവിടെ ഇല്ല. പക്ഷെ BJP കരുതുന്ന വേറെ കാര്യമുണ്ട്. 20% AIADMKയുടെ വോട്ടുണ്ട്. AIADMKയും BJPയും 2 ഘട്ടമായിട്ടാണ് ഈ പ്രാവശ്യം ലോക്സഭയിൽ മത്സരിച്ചത്. അപ്പോൾ 20.5
എന്തോ ആണ് ADMK, +11 BJP. അപ്പോൾ നോക്കുമ്പോൾ 31%, ഒന്നും കൂടി ആഞ്ഞു പിടിച്ചൊരു 35% കിട്ടിയാൽ BJPക്ക് അവിടെ അധികാരത്തിലേറാം. ഒരുപാട് തള്ളലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അടുത്ത നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വരെ സാധ്യതയുള്ള ആളാണ് അണ്ണാമലൈ എന്നൊക്കെ പറഞ്ഞുള്ള വൻ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പീക്ക് ലെവലിലാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ആന്റി ഹിന്ദു മോഡൽ കാര്യങ്ങൾ, ഈ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആന്റി ഹിന്ദുസം ഭയങ്കരമായിട്ട് കാണിക്കുന്നു. അതുപോലെ ആന്റി നാഷണലിസം കാണിക്കുന്നു എന്നൊരു ആരോപണം DMK-ലുണ്ട്. ഇതെല്ലാം വളമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP നോക്കുന്നത്. പക്ഷെ ഇത് വളമായിട്ട് മുന്നോട്ട് പോകാൻ വിജയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഇതിന്റെ മുകളിൽ നിൽക്കണം. ഈ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും നിൽക്കുന്നതിനേക്കാൾ മുകളിൽ ഹിന്ദി ഹൃദയ സാമ്രാട്ടുകളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കണം, ഹിന്ദിയെ നോക്കി ചീത്ത പറയണം, അതുപോലെ ദ്രാവിഡ പൊളിറ്റിക്സ് അത് മുകളിലേക്ക് ഉയർത്തണം, തീവ്രത കൂട്ടണം. എൻ്റെ ഒരു വ്യൂ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദു, ഈ സനാതന ധർമ്മത്തിന്റെ മുകളിലുള്ള എന്തെങ്കിലും ധർമ്മം ഉണ്ടെങ്കിൽ അതിനെ കുറ്റം പറയണം, ബഹളം ഉണ്ടാക്കണം. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് വിജയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യൂ. എങ്ങനെ സാധിക്കും വിജയ്ക്ക്? വിജയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലൊരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ വിജയുടെ ഫാൻസ് എന്ന് പറയുന്നത് യൂത്താണ്. വിജയുടെ പ്രതീക്ഷ 10 മുതൽ 35-40 വയസ്സ് വരെയുള്ള വലിയൊരു ഗ്രൂപ്പ് വിജയ്ക്ക് പിന്തുണയുണ്ട്. അവർ ഫാൻസാണ്, വലിയൊരു ഗ്രൂപ്പാണ്. മറ്റൊന്ന്, അത് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയുടെ സിനിമകളും വിജയ് സിനിമയിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും പലപ്പോഴും സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നൊരു സംഭവം കൂടിയാണ്. മാത്രമല്ല വിജയുടെ പെരുമാറ്റ രീതികളും പലരും, വിജയുടെ ഒരു സ്കൂൾ മേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിജയ് എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തിൽ പെരുമാറുകയും പ്രത്യേകിച്ചും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഒരേപോലെ സ്വീകരിക്കുകയും മാത്രമല്ല വിജയുടെ ചിരി തന്നെ ഒരു വിഭാഗത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഫാൻസിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു ഉണ്ടെന്നൊരു ക്ലാസ്മേറ്റ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കും സ്വീകാര്യത ഉണ്ടാവും. അത് എങ്ങനെ വോട്ടാക്കി മാറ്റാം, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ പാർട്ടിയിലേക്ക് ഈ ജനങ്ങളെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ DMK-യിൽ നിന്നാണ് അധികം പേരെയും വിജയ് കൊണ്ടുവരേണ്ടത്. ADMK നിന്നായിരിക്കില്ല, അല്ലെങ്കിൽ BJP-യിൽ നിന്നായിരിക്കില്ല. DMK പൊളിക്കേണ്ടി വരും. DMK ഭീഷണിയായി മാറും. DMK-യാണ് ഭീഷണിയായി മാറുക. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ആണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ DMK ഉയർന്നു വന്നത് സിനിമയിലൂടെയാണ്, സിനിമയിലൂടെ ക്യാമ്പയിനിലാണ്. വിജയ് അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ കമൽഹാസനോ അതല്ലെങ്കിൽ ഖുശ്ബുവിനോ അതല്ലെങ്കിൽ വിജയകാന്തിനോ ഇത്രയും സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഫാൻസിനെ ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിജയ്ക്ക് അതിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം തൻ്റെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ അവരെ എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നിടത്താണ് വിജയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. മാത്രമല്ല വിജയ് ഇനിയെടുക്കുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. ഓരോ തമിഴ്നാട് നേരിടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വിജയ് എത്രത്തോളം ഇടപെടുമെന്ന് തിരിച്ചറിയണം. കാരണം ഇതൊരു സിനിമാ മേഖലയോ അതല്ലെങ്കിൽ ഇതൊരു താരപ്പൊലിമയോ കിട്ടുന്ന മേഖലയല്ല രാഷ്ട്രീയം. അവിടെ വിജയിൻ്റെ നിലപാടുകളാണ് പ്രധാനം. വെറും ഒരു ആളെ നോക്കിക്കൊണ്ട്, ഒരു താരത്തെ മാത്രം നോക്കിക്കൊണ്ട് ജനങ്ങൾ പുറകെ വരുന്ന കാലം കഴിഞ്ഞു. അതിന് തമിഴ്നാട്ടിലുണ്ടാവില്ല. അതേസമയം അവരെടുക്കുന്ന നിലപാടുകൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വ്യാവസായിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലൊക്കെ വിജയുടെ നിലപാടെന്തായിരിക്കും? അതാണ് വോട്ടാക്കി മാറ്റാൻ കഴിയുക. ഈ ജാതി വോട്ടുകൾ വെച്ചാണ് തമിഴ്നാട്ടിൽ പലപ്പോഴും ഈ ദ്രാവിഡ രാഷ്ട്രീയമാണെങ്കിൽ പോലും ജാതി വോട്ടുകൾ വല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാതീയമായിട്ടുള്ള വോട്ടുകൾ തരംതിരിച്ചുകൊണ്ടുള്ള തമിഴ്നാടൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അതിലൊക്കെ വിജയ് എങ്ങനെ ഈ ഫാൻസിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മൾ നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത്. എനിക്ക് വിജയിനെ ഇഷ്ടം. എൻ്റെ മോനുണ്ട്, 9 വയസ്സുള്ളൂ. അവന് വിജയ് ഫാനാണ്. അവൻ മോഹൻലാൽ മമ്മൂട്ടി ഒന്നും വേണ്ട, വിജയുടെ സിനിമ വിജയുടെ. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കും, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സിനിമയിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന വിജയിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഒരു പരിവേഷം വിജയ്ക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. തമിഴനാണ്, അവന് താരങ്ങൾ എന്ന് വെച്ചാൽ അവന് ദൈവത്തിനും ഇല്ലാണ്. അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ലേറ്റസ്റ്റ് നയൻതാരയ്ക്ക് ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും താരാരാധനയുണ്ട്. അപ്പോൾ ആ താരാരാധന വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം വിജയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയിനെ എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങളെ വിജയ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു പരിധി വരെ, അതുകൊണ്ടാണ് ഇപ്പം രാകേഷിൻ്റെ മകൻ വരെ വിജയുടെ ഫാനാകുന്നത്. വിജയുടെ ആ രീതിയാണ്, ഒരു അപ്രോച്ചാണ്, സിനിമയിൽ കാണുന്ന ഓരോ അപ്രോച്ചുകൾ.
പക്ഷേ അത് എത്രത്തോളം വോട്ടാക്കി മാറ്റും അല്ലെങ്കിൽ തൻ്റെ നിലപാടുകളിലേക്ക് അത് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ കണ്ടു, നമ്മൾ കാണുന്ന നല്ലവരായ നായകന്മാരൊക്കെ ഏറ്റവും മോശമായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്, ജീവിതത്തിൽ മോശമായാണ് പോകുന്നത് എന്ന് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. അതുപോലെ വിജയ്ക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട്, നല്ലൊരു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയും എന്ന് തിരിച്ചറിയണം. നല്ലൊരു മനുഷ്യനാണ് വിജയ് എന്ന് പലപ്പോഴും വിജയകരമായി തെളിയിച്ചിട്ടുള്ള നടനാണ് ജോസഫ് വിജയ് എന്ന വിജയ്. എന്തായാലും വിജയിക്കണമെങ്കിൽ കുറച്ച് വിയർക്കേണ്ടി വരും. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.